ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മസാല ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഒരിക്കലും ട്രൈ ചെയ്താൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കുടിക്കും. അപ്പോൾ ഈ ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും 3 ചെറിയ ഏലക്കായും ചേർത്ത് നമുക്കൊന്ന് ചതച്ച് വെക്കാം. 3/4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്താൽ മതി. മസാല ടീ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയുടെയും ഏലക്കായുടെയും ഫ്ലേവറാണ് അല്പം ഒന്ന് മുന്നിൽ നിൽക്കേണ്ടത്. 2 കപ്പ് ചായയാണ് ഉണ്ടാക്കുന്നത്. ചായ ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് പാലിന് 1 കപ്പ് വെള്ളം എന്ന കണക്കിൽ എടുത്താൽ മതി. ഇവിടെ 1 കപ്പ് വെള്ളത്തിലേക്ക് ചതച്ച ഇഞ്ചിയും ഏലക്കായും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കഷ്ണം കറുകപ്പട്ടയും 2 ഗ്രാമ്പും പിന്നെ 5-6 മുഴുവനോടെയുള്ള കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. വെള്ളം നന്നായിട്ട് തിളച്ച് സ്പൈസസിന്റെ ഫ്ലേവർ ഇറങ്ങണം. ഇങ്ങനെ തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് 2.5 ടീസ്പൂൺ ചായപ്പൊടി ചേർക്കാം. ചായപ്പൊടി നിങ്ങൾ ഉപയോഗിക്കുന്ന പൊടിയുടെ സ്ട്രോങ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പൊടിയും ചേർത്ത് ഇത് ഒന്നുകൂടെ ഒന്ന് തിളക്കട്ടെ. കുറച്ച് സെക്കൻഡ് ഇങ്ങനെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തിളപ്പിച്ച പാല് ചേർക്കാം. പാലും ചേർത്ത് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കി പിന്നെ ഒന്നുകൂടെ ചായ തിളച്ച് പൊങ്ങി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചായ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. ഇത് 2-3 പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ചായ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴാണ് അതിന് കുറച്ചുകൂടെ സ്വാദ് കൂടുക. ഈ സ്റ്റെപ്പ് ഒഴിവാക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി മസാല ടീ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്